ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഈ ആഴ്ച ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നവരുടെ അനുഭവ സാക്ഷ്യങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് എന്നോടൊപ്പമുള്ളത് കോയമ്പത്തൂരിൽ നിന്ന് വന്ന പാണ്ഡ്യമ്മ മേരി എന്ന ഒരു ചേച്ചിയാണ്. ആ ചേച്ചിക്ക് ദൈവം വലിയൊരു രോഗസൗഖ്യമാണ് ഇന്നലെ കൊടുത്തത്. ഇന്നലെ ആരാധന മധ്യയാണ്, അതായത് ചൊവ്വാഴ്ച രാത്രി നടക്കുന്ന ജെയിംസ് കുട്ടി ബ്രദറിൻ്റെ ആരാധന മധ്യേ ലഭിച്ച വലിയൊരു രോഗസൗഖ്യമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ആ ചേച്ചി നമ്മളുമായി കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. കാരണം കഴിഞ്ഞ 6 വർഷം അത്രത്തോളം അനുഭവിച്ച ഒരു വലിയൊരു മാറാരോഗത്തിൽ നിന്നാണ് ഒരു നിമിഷം കൊണ്ട് ദൈവം രോഗസൗഖ്യം നൽകിയത്. എന്തായാലും ആ ചേച്ചി തമിഴിലാണ് നമ്മളോട് പറയുന്നത്. നമുക്ക് ആ രോഗസൗഖ്യം കേൾക്കാം. അതിനുശേഷം അതിനെക്കുറിച്ച് എന്താണെന്ന് പറഞ്ഞുതരാം. 6 வருஷம் வலி, இங்கே மென்று வெட்டின 10,000 ஊசி வச்சு குத்து வலி தாங்க முடியல. நானும் செத்து போயிடுவேன், நீ உலகத்தில் இருக்கக்கூடாதுன்றலாம் நினச்சி അല്ല എന്താ വലിയ എന്താ രോഗം എന്നാ? அப்போ ஆஸ்பத்திரி போனால் ஆப்ரேஷன் எலும்பு தேஞ்சு போச்சு. 3.5 லட்சம் ஆப்ரேஷன் நீ கொடுக்கணும், கொடுத்தாலும் ஆப்ரேஷன் பண்ணாலும் நீ செத்து போயிடுவ அப்படி சொல்லிட்டாங்க டாக்டர். டாக்டர் கேன் எடுத்து பார்த்து இது எலும்பு தான் தேஞ்சு போச்சு, அந்த எலும்பில் ஆப்ரேஷன் பண்ண நீ 3.5 ലക്ഷം കൊടുക്കണം, കൊടുത്താലും നീ പൊളയ്ക്ക മാട്ടേ, നീ സെത്ത് പോയിരുവേ. അതായത് ചേച്ചി പറയുന്നത് വെച്ചാൽ ചേച്ചിയുടെ നടുവിൻ്റെ പ്രോബ്ലമാണ്. നടുവ് തേയ്മാനം വന്നിരുന്നു. അതിനുശേഷം 6 വർഷം ഏകദേശം ഒരു 10,000 സൂചി ഒരുമിച്ച് കുത്തുന്ന രീതിയിലുള്ള വേദനയായിരുന്നു ഈ ചേച്ചി ഒരു 6 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. ഡോക്ടർമാരെ കണ്ടു, 3.5 ലക്ഷത്തോളം രൂപ ഓപ്പറേഷന് വേണ്ടി വരും. പക്ഷേ ഓപ്പറേഷൻ വന്നാലും അത് ശരിയാകില്ല. ചേച്ചി പറയുന്നത് ചത്തുപോകുന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞു എന്നാണ് പറയുന്നത്. അത്രത്തോളം വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു എന്നുള്ളതാണ്. എന്നാ கால் ஃபஸ்ட்டு இந்த கால், அடுத்து இந்த கால், இப்படி கால் எடுத்து வைக்க முடியாது. இப்போ நல்லா இருக்கு. நேற்று பாதத்தை பிரதர் 6 வருஷமாயிட்டு ஒட்டுமே நடக்க முடியாதா? நடக்க முடியாது, அழுது எப்படி இப்போ இங்கே வந்ததும் எப்படி நடந்து வந்துச்சு? நடக்க முடியல, மெதுவாக நடந்து பாருங்க. ஆட்டா விட்டு இறங்கி இந்த மாதிரி தான் நடந்தா? இந்த மாதிரி தான் நடந்து எல்லாம் பார்க்குங்க, அப்படி எல்லாம் பார்க்கும். சரின்ட்டு நான் ஒன்றும் இல்லாமல் இந்த இதை போட்டு பண்ணிக்கிட்டு மெதுவாக நடந்து போகும். அப்போ 6 வருஷமாயிட்டு இந்த மாதிரி மெதுவாக நடக்க முடியும்? மெதுவாக தான் நடக்கும், வேறு பாத்ரூம்பு கூட போக முடியாது. அவங்களுக்கு தான் தெரியும். நான் இப்போ இப்படி சொல்கிறது சொல்ல முடியாத வலி. நிறைய டாக்டர்மாரே பார்த்துச்சா? எல்லாம் பார்த்தோம். எலும்பு பிழைக்க மாட்டேன், 3.5 லட்சம் கட்டினாலும் பிழைக்க மாட்டேன் அப்படி சொல்லி. அப்புறம் எப்படி இந்த ரோகம் வந்துச்சு தெரியுமா? எப்படி எனக்கு தெரியாது, திடீர்னு வந்தது. அப்போ இப்படி சொல்கிறாங்கன்னு சொல்லி நான் ஆலயத்துக்கு போவேன். அம்மா மேரி மாதா ஆலயம் இருக்குது, வேளாங்கண்ணி தாய் ஆலயத்தில். இப்படி கண்ணை மூடி செவிக்கும் போது இந்த தண்டி ஒரு நிமிஷம் பொம்மையில் அப்படியே இப்படி காட்டி மஞ்சள் துணி கட்டி ஊசி வச்சு குத்தி அந்த காலில் இந்த மாதிரி கால் பொம்மையில் இப்படி காட்டணுன்னு, இதுதான் உனக்கு புள்ளி சூனியம் செஞ்சு நீ ஆஸ்பத்திரி போகாத, நீ ஆலயத்துக்கு மட்டும் போய் நல்லா செவி அப்படியே இப்படி கண்ணை மூடி இப்படி காட்டி இப்படி போயிட்டு. அப்போ அதுக்கப்புறம் தான் இங்கே போகல. அதுக்கப்புறம் இங்கே டிவைனில் வந்துச்சா? இங்கே வந்து ஃபஸ்ட் டைம் தான் இங்கே வந்து ஃபஸ்ட்டு முதல் ஒரு தடவை, அப்புறம் ஒரு தடவை, 3ஆவது தடவை, இப்போ 3ஆவது. അതായത് ഈ ഒരു അസുഖം വന്നതിന് ശേഷം ചേച്ചി പല സ്ഥലത്ത് പോയി. അപ്പോൾ വേളാങ്കണ്ണി പോയപ്പോൾ അവിടെ കാണിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത്. ആശുപത്രിയിലേക്ക് പോകണ്ട, ഒരു ഭീകരമായൊരു ദൃശ്യം കാണിച്ചു കൊടുത്തു. അതിനുശേഷം ചേച്ചി ഇവിടെ ഡിവൈനിലേക്ക് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഡിവൈനിലേക്ക് വരുന്നത്. ഡിവൈനിൽ വന്ന് ഏകദേശം ഒരു 3 പ്രാവശ്യം ഡിവൈൻ്റെ തമിഴ് സെക്ഷനിൽ ഇരുന്ന് ധ്യാനം കൂടി. തമിഴ് സെക്ഷനിൽ ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ ഒരു മാറ്റവും സംഭവിച്ചില്ല. അതിനുശേഷം ഈ ചേച്ചിയുടെ മകൻ ഇവിടെ ഡിവൈനിൽ ജോലി ചെയ്യുന്നുണ്ട്. മകനാണ് പറഞ്ഞെങ്കിൽ ഒരു കാര്യം ചെയ്യും, മലയാളം വിഭാഗത്തിലൊന്ന് ധ്യാനം കൂടാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഈ ആഴ്ച മലയാളം വിഭാഗത്തിൽ ധ്യാനം കൂടുകയാണ്. ചേച്ചിക്ക് മലയാളം കേട്ടാൽ മനസ്സിലാവും അല്ലേ? കേട്ടാൽ മനസ്സിലാവും, പറയാനാണുള്ള ബുദ്ധിമുട്ട്. അങ്ങനെ മലയാളം സെക്ഷനിൽ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നലെ രാത്രി നടന്ന ആരാധനയിൽ വലിയൊരു സൗഖ്യം. നേരത്തെ ആരാധന മതി എന്നെ നടന്നു വെച്ചാൽ എന്നെ ഫീൽ പണി நான் ஒப்பு கொடுத்தேன். மலையாளத்தில் அது பேசுகிறது கொஞ்சம் புரியுது. அது நீங்கள் பேசுகிறது மாதிரி இருக்கணும். நீங்கள் தான் பேசுகிறீங்க, ஏசப்பா நீங்கள் பேசுகிறீங்க,
எனக்கு இந்த வழி இல்லாமல் போகணும், இல்லாமல் நான் உன் ஆசீர்வாதத்தை நிரம்பி போகணும், நான் போகும்போது இது இல்லாமல் போகணும் அப்படின்ட்டு ஒப்பு கொடுத்து கண்ணை மூடி செவச்சிக்கிட்டு இருக்கிறேன். அப்போ அப்படியே குழு 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 அப்படியே குழு குழு குழு. அது என்னன்றது இல்லை, அப்படியே இறங்குது, இறங்கி போயிடுச்சு. இறங்கி போய் நல்ல ஆராதனை வந்து ஃபீல் பண்ணியாச்சு. ஆராதனை அதுக்கப்புறம் என்ன செய்யுது? ஒன்றும் இல்லை, நல்ல அங்கேயே நல்லா நடந்து. இப்போ பாருங்க எவ்வளோ பிரதர் முன்னுக்கு குடு 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 ஓடும். இப்படி ஓட முடியாது, ഓട முடியாது. അതായത് ചേച്ചി പറയുന്നത് നേരത്തെ നമ്മൾ കാണിച്ചു, ഒരു കാല് പോലും എടുത്തു വയ്ക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്കും വേദനയിൽ വന്ന ആൾ ഇന്നലെ ആരാധനയുടെ ഇടയിൽ ഈ രണ്ട് ഭാഗത്തുനിന്നും നടുവിൻ്റെ ഈ രണ്ട് ഭാഗത്തുനിന്ന് കാല് റൈറ്റ് ലെഗും ലെഫ്റ്റ് ലെഗും ഈ ലെഗിൻ്റെ ഈ ഒരു നടുവുമായി ചേരുന്ന ജോയിൻറ്റിൻ്റെ അവിടെ നിന്ന് എന്തോ ഒന്ന് ഒഴുകി താഴേക്ക് പോകുന്നത് പോലെ അനുഭവിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം ചേച്ചിക്ക് ചാടാം, ഓടാം, നടക്കാം. ഇപ്പം നമ്മുടെ മുമ്പിൽ തന്നെ ഇത്ര നേരം നിൽക്കുന്നു, വേണമെങ്കിൽ ഓടി കാണിക്കുന്നു, ചാടി കാണിക്കുന്നു. അത്തരത്തിൽ ഒരുപാട് ഡോക്ടർമാരെ കണ്ടു, പക്ഷേ ഒരു മാറ്റവുമില്ല, മരിച്ചു പോകുമെന്ന് വരെ പറഞ്ഞു. ഇത് கடைசியாக வந்திருக்கேன், இன்னி நான் வர மாட்டேன், எனக்கு இருக்கிற வழியில் நான் செத்து போயிடுவேன், டாக்டர் சொன்னது மாதிரி. இதுதான் கடைசியாக. இப்போ நான் மலையாளத்தில் வந்திருக்கிறேன். என் சுகத்தை கேட்டு எனக்கு உடல் சுகம் அப்படின்னு கேட்டேன். ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം നമുക്ക് തന്നെ അറിയാലോ, കഴിഞ്ഞ 6 വർഷമായിട്ട് നടക്കാൻ പോലും പറ്റാണ്ട് ഇതേപോലെ നീങ്ങുന്ന ഒരാൾ ഇതേപോലെ ഓടിച്ചാടാൻ പറ്റും ഒരു നിമിഷം കൊണ്ട് സാധിക്കുമ്പോൾ അത് ജീവിതത്തിലുണ്ടാകുന്ന വലിയൊരു അനുഭവം. അതിൻ്റെ ഒരു അനുഭവമാണ് ഈ ചേച്ചിയുടെ നമ്മൾ ആക്ഷനിൽ നിന്നും സംസാരത്തിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ദൈവം കൊടുത്ത ആ ഒരു അത്ഭുതം, അതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നിൽക്കുന്നു, ഓടുന്നു, ചാടുന്നു, എല്ലാം ചെയ്യുന്നു. അങ്ങനെ കരഞ്ഞ് ഒരുപാട് ജീവിതം 6 വർഷത്തോളം കരഞ്ഞ് തീർത്ത ഒരാൾ ഇന്നിപ്പോൾ സന്തോഷത്തോടെ നമ്മിൽ നിൽക്കുന്ന വലിയൊരു അത്ഭുതമാണ് ഇപ്പോൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അടയാളങ്ങളാൽ വഴി നടത്തും നാഥ, അത്ഭുതങ്ങളാൽ രോഗങ്ങൾ മാറ്റും നാഥ, ഡിവൈൻ തിരുസന്നിധിയിൽ സാക്ഷ്യമേകാൻ നിൻ കൃപ പാടുന്നു ഞങ്ങൾ സദാ. അടയാളങ്ങളും അത്ഭുതങ്ങളും ഇതാ ദൈവ കൃപയുടെ സാക്ഷ്യങ്ങൾ. അടയാളങ്ങളും അത്ഭുതങ്ങളും ഇതാ ദൈവ കൃപയുടെ സാക്ഷ്യങ്ങൾ.